ഹലോ ഗൈസ്, അപ്പോൾ ഇത് എൻ്റർടൈൻ കില്ലിയാളെ ചലഞ്ചിൻ്റെ പാർട്ട് 4 ആണ്. അപ്പോൾ നമുക്ക് പാർട്ട് 1ഉം പാർട്ട് 2ഉം പാർട്ട് 3യും നമ്മൾ ഷോർട്സാണ് ചെയ്ത്. പിന്നെ നമ്മൾ വീഡിയോ ചെയ്യാനുള്ള കാരണം നമുക്ക് 100 സബ്സ്ക്രൈബർ ആയിരുന്നു, 100ൻ്റെ മേലെ ആയിരുന്നു. പിന്നെ ഞാൻ വീഡിയോ ഇടാൻ ലേറ്റ് ആയത് എന്താ വെച്ചിട്ടാ, എനിക്ക് നല്ല ജലദോഷവും പനിയുണ്ട്, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. പിന്നെ എൻ്റെ സൗണ്ടൊക്കെ ചെറുതായിട്ട് മാറിയിരുന്നു. അപ്പോൾ നമുക്ക് എപ്പിസോഡ് തുടങ്ങുന്ന മുന്നേ തന്നെ നമുക്ക് വില്ലേജിൽ നിന്ന് കുറച്ച് പൊട്ടാറ്റോ കിട്ടിയിരുന്നു, അതെന്തായാലും കുക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബർ സത്യത്തിൽ 147ആണ്. അപ്പോൾ നമ്മൾ ടാർഗറ്റ് വരുന്നത് നമുക്ക് 500ആണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മളെ ബേസിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ ചെറിയൊരു കേവ് ഉണ്ടായിരുന്നു. ആ കേവിലൊന്ന് എക്സ്പ്ലോർ ചെയ്തിരുന്നു കുറച്ച്. അപ്പോൾ നമ്മളിവിടെ സോമയൊന്നും വരയ്ക്കാൻ വേണ്ടിയിട്ട് മതിലൊക്കെ കെട്ടിയിരുന്നു. അപ്പോൾ നമുക്ക് ബാക്കി കേവ് ഇറങ്ങിയിട്ട് എക്സ്പ്ലോറും കാര്യങ്ങൾ ചെയ്യുക. ഈ സോമ്യൻസ് നമ്മളെ മുന്നിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്കെൽട്ടനും പിന്നെ ക്രീപ്പറും അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷീൽഡൊക്കെ ഉണ്ടാക്കിയത്. ഈ കേവ് ഒന്ന് കുറച്ച് അയണും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ മതി. കേവ് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല, ഇത് അവിടെ ഒരു പുറഭാഗം. പിന്നെ നമുക്ക് ഈ കേവ് ഉള്ളിലേക്ക് പോയിട്ട് നമ്മൾ ആ സ്ഥലത്തേക്കാണ് വരുന്നത്, കണ്ടോ, അവിടെ നിന്ന് അങ്ങോട്ടാണ് പോണത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ചിട്ടൊന്നുമില്ല, കേവിൽ അയണൊന്നും കണ്ടില്ല ഞാൻ. അപ്പോൾ നമുക്കെന്തായാലും ഇവിടെ കിട്ടിയത് കുറച്ച് കോളുണ്ട്, ഈ കോളെന്തായാലും കളക്ട് ചെയ്യുക. എന്തായാലും കേവിക്ക് പോയതല്ലേ ഗൈസ്. അപ്പോൾ അത് വേറൊരു കേവും കൂടി കണ്ടെത്തണം. തൊട്ടടുത്തനായിട്ട് ഒരു അത്യാവശ്യം വലിയ കേവ് ഉണ്ട്. കേവിൽ എന്തായാലും നമുക്ക് അയണൊക്കെ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്കെന്തായാലും ഇറങ്ങി നോക്കാം. അപ്പം എന്തായാലും നമ്മൾ ഇവിടെ ഇറങ്ങിയെന്ന് നമുക്കെന്തായാലും ഇവിടെ സ്റ്റെപ്പ് ഉണ്ടാക്കാതെ തിരിച്ചു പോകാനായിട്ട്. അപ്പോൾ ഫസ്റ്റിനായിട്ട് നമുക്കിവിടെ അയണ് കിട്ടിയിട്ടോ, 1 2 ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ 2 അയണ് കിട്ടിയിരുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും അയണ് കിട്ടിയിരുന്നു. അപ്പോൾ ഇവിടെ തൊട്ടടുത്തനായിട്ട് എന്തൊരു വലിയ കേവ് ഉണ്ട് തോന്നുന്നുണ്ട്. നല്ല ഇർട്ടാണ്, ഉള്ളിലേക്കൊന്നും കാണാനില്ല ഗൈസ്. അപ്പോൾ ഇവിടെ ഒരു വലിയ കേവ് ഉണ്ട്, ഇവിടെ അയണ് വല്ലതും കിട്ടുക. അപ്പോൾ നമുക്കെന്തായാലും ഇറങ്ങി നോക്കാം. അപ്പോൾ അയൺ ആർമർ ആവാനുള്ള അത്യാവശ്യം അയണൊക്കെ ഇവിടെ തന്നെ നമുക്ക് കിട്ടിയിരുന്നു. ഒരു സോംബി കുട്ടി വന്നിട്ട് നമ്മളെ കില്ല് ചെയ്യാൻ നോക്കുകയാണ്. നമ്മളെയൊക്കെ ഷീൽഡ് ഉണ്ടായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഡെഡ് ആവും. അപ്പോൾ എന്തായാലും അയണും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം രാത്രി ആവാനായി. ഇനി ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, കുറച്ച് അയണും കാര്യങ്ങൾ കളക്ട് ചെയ്തെന്നു. നമുക്കെന്തായാലും നമുക്ക് ബേസിക്ക് പോവാം. അപ്പോൾ നമ്മൾ ബേസിക്ക് എത്തിയപ്പോൾ തന്നെ ഈ സോംബി കാണിച്ചാൽ കടന്നുറങ്ങാൻ സമ്മതിക്കുന്നില്ല. ഈ വാതിലിൻ്റെ അടുത്ത് നിന്നിട്ട് എന്തായാലും നമ്മൾ ഈ സോംബിനെ കൊല്ലണം. ഗൈസ്, ഒരു സോംബി ഒന്നല്ല കേട്ടോ, 2 ഉണ്ട്. എന്തായാലും നമ്മൾ 2നെയും കൊന്നിട്ട് കടന്നുറങ്ങുന്നു. അപ്പോൾ എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കുറച്ച് പൊട്ടാറ്റോ കുക്ക് ചെയ്യാൻ വെച്ചിരുന്നു, എന്തായാലും കുക്കായിരുന്നു. നമുക്ക് കിട്ടിയ 37 ആയിരുന്നു നമുക്ക് സ്മെൽറ്റ് ചെയ്യാം. അപ്പോൾ വുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു. നമ്മളെന്തായാലും കുറച്ച് വുഡ് ഇവിടെ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്മെൽറ്റായ അയൺ വെച്ചിട്ട് നമ്മൾ ഇവിടെ എല്ലാ ആർമറും ഉണ്ടാക്കി. നമുക്ക് ഈ കോപ്പർ ആർമറിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളെന്തായാലും അയൺ ആർമർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനൊരു നെതർ പോർട്ടലും കണ്ടെത്തണം. നെതർ പോർട്ടൽ കണ്ടെത്താനായിട്ട് ഇവിടെ അടുത്ത് ലാവാ പൂളും എല്ലാം കിട്ടുകയാവോ. അപ്പോൾ നമ്മൾ കുറേ ദൂരം എക്സ്പ്ലോറും കാര്യങ്ങൾ ചെയ്തു, പക്ഷേ ഇവിടെ അടുത്തായിട്ടൊരു ലാവാ പൂളും ഇല്ല ഗൈസ്. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് സ്റ്റോൺ കണ്ടപ്പോൾ ഒരു സംശയം തോന്നി, ഇവിടെ ലാവപ്പൂളും എല്ലാം ഉണ്ടോയെന്ന്. അപ്പോൾ ലാവപ്പൂള് ഇവിടെ ഉണ്ട് കേട്ടോ ഗൈസ്. നമുക്കെന്തായാലും അടയാളത്തിന് വേണ്ടിയിട്ട് മേലേക്ക് ഒരു പില്ലർ കെട്ടാം. ഇനി ഒരു സ്ക്രീൻഷോട്ടും കൂടി ചെയ്യുക, അല്ലെങ്കിൽ മറന്നു പോകും. അപ്പോൾ ഞാൻ ബേസിക്ക് പോണ വഴി ഒരു കാര്യം കണ്ടു, ഒരു റോസ് മരം. ഇതിന് ശരിക്കുള്ള പേരൊന്നും എനിക്കറിയില്ല, എന്തായാലും റോസ് കളർ മരം കണ്ടു. അപ്പോൾ ഞാൻ മൈൻക്രാഫ്റ്റ് കളിച്ചാൽ സർവേ ലെവലിൽ ഈ മരം ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഞാനൊരു പൂതിക്ക് ഈ മരത്തിൻ്റെ സാപ്ലിങ് വല്ലതും കിട്ടുമോ നോക്കുകയാണ്. ഈ മരത്തിന് സാപ്ലിങ് ഇല്ലേ. അപ്പോൾ സന്ധ്യ ആവാനായി ഗൈസ്. അപ്പോൾ ഞാൻ മരം കാര്യങ്ങൾ മുറിച്ചിട്ടുന്നു. സാപ്ലിങ് ഒന്ന് കൊഴിഞ്ഞു വീണാൽ മാത്രം മതി. ഒരു സാപ്ലിങ് കിട്ടണില്ലല്ലോ, നമ്മളെ കയ്യിലാണെന്ന് വെച്ചാൽ ബെഡും ഇല്ല ഗൈസ്. അപ്പോൾ ഫൈനലി നമുക്ക് ഇവിടെ നിന്ന് ഒരു സാപ്ലിങ് വീണു. നമുക്കെന്തായാലും നമ്മളെ ബേസിക്ക് പോവാം. അപ്പോൾ ഞാൻ ബേസിക്ക് പോണ വഴി വില്ലേജിൽ നിന്ന് കടന്നുറങ്ങിയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വില്ലേജ് ഓർമ്മ ഉണ്ടാവും, നമ്മൾ പാർട്ട് 3ൽ, അതായത് കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഈ വില്ലേജ് എക്സ്പ്ലോറൊക്കെ ചെയ്തിരുന്നു. അപ്പം എന്താ ഇവിടെ ഉണ്ടായി, നമ്മൾ ജസ്റ്റിനൊന്ന് രക്ഷപ്പെട്ടു, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കെന്തായാലും ഞാൻ മേലേക്ക് കയറാം. ഭാഗ്യം നല്ല അയൺ ആർമർ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു ഗൈസ്. അപ്പോൾ നമ്മൾ എന്തായാലും മേലേക്ക് കയറി. ഇനി ഈ കേവിലൊന്ന് ചാടായിരുന്നാൽ മതി. നമുക്കെന്തായാലും ബേസിക്ക് പോവാം. ഈ വഴിയേറ്റാണ് ബേസിക്ക് പോകണമെന്നൊക്കെ ഒരു ഓർമ്മ. അപ്പോൾ നമ്മളെന്തായാലും ബേസ് എത്തിയെന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് നമുക്ക് കുറച്ച് എക്സ്പ്ലോറും കാര്യങ്ങൾ ചെയ്തു. പിന്നെ നമുക്ക് അയൺ ആർമറായി, നമ്മളൊരു ലാവാപ്പൂള് കണ്ടെത്തിയിരുന്നു. ഇനി അടുത്ത പാർട്ടിയിൽ നമുക്ക് നെതർ പോവാം. അപ്പോൾ സൗണ്ട് എന്തായാലും വീഡിയോയിൽ ഭയങ്കര മോശമാവും, അല്ലെങ്കിൽ ഈ വീഡിയോ ഒന്നും വരണ്ടല്ല. എന്തായാലും ഒരു 5 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ വരേണ്ടത്. പെട്ടെന്ന് വരാനുള്ള കാരണം നിങ്ങൾ കുറേ ആൾക്കാർ കമൻറ്റും ചെയ്തിരുന്നു.
അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്ന ഫസ്റ്റ് വീഡിയോ ആണ്. എന്തായാലും കുറച്ച് മിസ്റ്റേക്സൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 147 അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ടാർഗറ്റ് 500. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.